വെൽക്കം ടു ടെക് പി സി. നമുക്കിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാം. ഓക്കെ, 2022 കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ വാട്ടർ സപ്ലൈ മാനേജ്മെന്റ്, പിന്നെ അതുപോലെ അതിന്റെ പമ്പിന്റെ ഓപ്പറേഷൻ, അതിന്റെ മെയിൻ്റനൻസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിൽ വരുന്ന ജോബ് റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അതിന്റെ റിക്വയർമെന്റ് പലപ്പോഴും നമുക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് ആ എക്സാംസ് എഴുതാം. സോ അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ മെക്കാനിക്കലിൽ നിന്നും വരാറുണ്ട്, ഇലക്ട്രിക്കലിൽ നിന്നും വരാറുണ്ട്. ഇതിൽ 50 മാർക്കിന് ഇലക്ട്രിക്കലിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ 2022 നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എക്സാമിന്റെ ആ 50 ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കലിന്റെ കീഴിൽ വരുന്ന 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ ഈസ് ഓപ്ഷൻ എ റേഡിയൻ, ഓപ്ഷൻ ബി സ്റ്റിറേഡിയൻ, ഓപ്ഷൻ സി ഡിഗ്രി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ ആദ്യം നമുക്ക് സോളിഡ് ആംഗിൾ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് സോളിഡ് ആംഗിൾ? എന്നാലേ നമുക്ക് അതിന്റെ യൂണിറ്റ് എന്താകാം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. സോ ഈ ഒരു പെർട്ടിക്കുലർ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം വലുതായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുന്നു, ഓക്കെ, എത്രത്തോളം വലുതായിട്ട് നമുക്ക് കാണപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ബേസിക്കലി എത്രത്തോളമാണ് ഒരു ഒബ്ജക്റ്റിന്റെ വലിപ്പം എന്നല്ല, എത്രത്തോളം അത് വലുതായിട്ട് കാണപ്പെടുന്നു എന്നുള്ള കാര്യമാണ് സോളിഡ് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പലപ്പോഴും നമുക്ക് എന്താ പറയാ, പലപ്പോഴും എത്രത്തോളം എന്താണ് ഫീൽഡ് ഓഫ് വ്യൂ, ഓക്കെ, ഫീൽഡ് ഓഫ് വ്യൂ ആ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നു എന്നുള്ള നമുക്ക് കാണിച്ചു തരുന്ന ഒരു എന്താ പറയാ മെഷർമെന്റും കൂടെയാണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് ഓരോ എന്താ പറയാ ഓപ്ഷൻസ് ആയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ, ഓപ്ഷൻ എ നമ്മുടെ റേഡിയൻ അല്ല വരുന്നത്. സോ എന്താണ് റേഡിയൻ നോക്കാം. ഓക്കെ, റേഡിയൻ മെയിൻ ആയിട്ട് എന്താണ്, പ്ലെയിൻ ആംഗിളിന്റെ ഒരു യൂണിറ്റ് ആണ്, SI യൂണിറ്റ് ആണ് റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് വേറൊന്നുമല്ല, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് ഇസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ബൈ ആൻ ആർക്ക് ഹൂസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു സർക്കിളിന്റെ എന്താ പറയാ റേഡിയസിന് ഇക്വലന്റ് ആയിട്ട് ലെങ്ത് ഉള്ളൊരു ആർക്ക്, ഓക്കെ, അത് സെന്ററിലേക്ക്, ആ സർക്കിളിന്റെ സെന്ററിലേക്ക് എടുക്കുന്ന ഒരു ആംഗിൾ, അതാണ് എന്താ പറയാ നമ്മളൊരു റേഡിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരു റേഡിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 57.3 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഒരു റേഡിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ എടുത്ത് പറയുന്നത് പ്ലെയിൻ ആംഗിൾ ആണ്, അല്ലെ, ഒരു പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് ആണ്. പക്ഷെ നമുക്ക് സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പ്ലെയിൻ ആംഗിൾ അല്ലല്ലോ. സോളിഡ് ആംഗിൾ ഒരു എന്താ 3D മെഷർമെന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും റേഡിയൻ അത് വരത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഡിഗ്രി നമുക്കറിയാം അല്ലെ, അതൊരു എന്താ പറയുക, ഒരു 2D, ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഫിഗറിന്റെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഡിഗ്രി പറയുന്നത്. ഓക്കെ, ഒരു പ്ലെയിൻ ആംഗിൾ തന്നെയാണ് ഡിഗ്രി വരിക. ഇപ്പൊ നമ്മളൊരു സ്ക്വയറിന്റെയോ അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ട്രയാംഗിളിന്റെയോ അല്ലെങ്കിൽ സർക്കിളിന്റെയോ ബേസിൽ നമ്മൾ പറയുന്ന ആംഗിൾസ് ആണ് ഡിഗ്രി, അല്ലെങ്കിൽ അത് പറയുന്ന മെൻഷൻ ചെയ്യുന്നതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57.1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 57.3 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ബേസിക്കലി ഇത് രണ്ടും പ്ലെയിൻ ആംഗിൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി സ്റ്റിറേഡിയൻ വരുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് സ്റ്റിറേഡിയൻ ആണോ നൺ ഓഫ് ദ എബോവ് ആണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റിറേഡിയന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ റേഡിയൻ പറഞ്ഞതുപോലെ റേഡിയന് ഒരു സർക്കിളിന്റെ ആർക്ക് അതിന്റെ എന്താ പറയാ സെന്ററിലേക്ക് എടുക്കുന്ന എന്താ പറയാ ഒരു ആംഗിൾ, ഓക്കെ, ഹാവിങ് സെയിം ലെങ്ത് ഓഫ് ദ റേഡിയസ്.
ഓക്കെ, ആ രീതിയിലുള്ള ഒരു ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് റേഡിയൻ നമ്മൾ പറഞ്ഞത്. ഇതേപോലെ ഒരു സ്ഫിയറിൽ, ഓക്കെ, ഒരു സ്ഫിയറിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന അതിന്റെ സർഫസ്, സ്ഫിയറിന്റെ സർഫസ്, ഒരു പെർട്ടിക്കുലർ സർഫസ് അതിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു ആംഗിളിന്റെ മെഷർമെന്റ്, ഓക്കെ, ആ മെഷർമെന്റ് ആണ് എന്താ പറയുക സ്റ്റിറേഡിയൻ എന്ന് പറയുന്നത്. ബേസിക്കലി ദ ratio between the area, surface area of the sphere to the എന്താണ് റേഡിയസിന്റെ സ്ക്വയർ, ഓക്കെ, അതിന്റെ റേഡിയസിന്റെ സ്ക്വയർ വാല്യൂ. ആ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, ആ ഒരു റേഷ്യോ വാല്യൂ ആണ് നമ്മുടെ സ്റ്റിറേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി അതൊരു 3 ഡയമെൻഷണൽ യൂണിറ്റ് ആണ്, സ്ക്വയറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റിറേഡിയൻ ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, so right answer is option B, steradian. Okay, and steradian നമ്മൾ represent ചെയ്യുന്നത് ഒമേഗ വെച്ചിട്ടാണ്, and omega equal to area of the surface area of the sphere divided by and its radius, square of its radius. Okay, so omega equal to a by r square. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ഫിയറിന്റെ പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്, ആൻഡ് 4πr² ഡിവൈഡഡ് ബൈ r square. സോ 4π ആണ് നമ്മുടെ എന്താ പറയാ സോൾഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ യൂണിറ്റ് സ്റ്റിറേഡിയൻ ആയതുകൊണ്ട് തന്നെ ഒമേഗ ഈക്വൽ ടു 4π സ്റ്റിറേഡിയൻ നമുക്ക് പറയാം. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, what is the temperature coefficient value of aluminum at 20 degrees Celsius? Okay, option A 40.3 into 10 raised to minus 4, option B 40.3 into 10 raised to minus 3, option C 40.3 into 10 raised to minus 2, and option D 40.3 into 10 raised to minus 5. Okay, സോ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്? ഓക്കെ, സോ ബേസിക്കലി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർ ഡിഗ്രി ചേഞ്ച്, ഓക്കെ, ഒരു മെറ്റീരിയലിന്റെ പെർ ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ സംഭവിക്കുന്ന എന്താണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ഫ്രാക്ഷണൽ ചേഞ്ച് ആണ്. ഓക്കെ, അതായത് ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ എത്രത്തോളം മാറ്റം ഉണ്ടാവുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു എന്താ പറയാ വാല്യൂ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ നേച്ചർ, ആ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു എന്താ ആ ഒരു നേച്ചർ കാണിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പൊതുവെ നമ്മുടെ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ എലമെന്റ്സിൽ നമുക്ക് എന്താണ് ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനും വരുമ്പോഴത്തേക്കും ഈ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന് അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് ചില അലോയ്സ്, മാഗ്നീനിയം പോലുള്ള ചില അലോയ്സിന് ഇതിന്റെ എന്താ പറയാ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0 ആവാം. ഓക്കെ, സോ ഇതാണ് ഒരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 40.3 ഇൻറ്റു 10⁻⁻⁴ ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, ആൻഡ് ഇതൊരു എന്താ പറയാ ഒരു ചേഞ്ച് വാല്യൂ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എപ്പോഴും എന്താണ് ഒരു കോഎഫിഷ്യന്റ്, പേര് തന്നെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് വേറെ യൂണിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ 40.3 ഇൻറ്റു 10⁻⁴ ആണ് നമ്മുടെ എന്താ പറയാ അലുമിനിയത്തിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ 20 ഡിഗ്രി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ? ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ ഈസ് ഓപ്ഷൻ എ 1083 1083 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 1183 ഡിഗ്രി സെൽഷ്യസ് 1183 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഓപ്ഷൻ സി 983 ഡിഗ്രി സെൽഷ്യസ് 983 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 1000 ഡിഗ്രി സെൽഷ്യസ് 1000 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ ഇതിൽ ഏതാണ് നമ്മുടെ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ,
ആൻസറിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ മെൽറ്റിംഗ് പോയിന്റ്, ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഒരു പ്രസക്തി നോക്കാം. കോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂസിന്, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്തായാലും ഹൈ മെൽറ്റിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റിൽ കോപ്പർ മാത്രമല്ല കേട്ടോ, ഇതിൽ നിന്നും നല്ല ഹൈ മെൽറ്റിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്ന വേറെ മെറ്റീരിയൽസ് നമുക്കുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് വരുന്ന ഒരു മെറ്റൽ ഏതാണെന്ന് വെച്ചാൽ ടങ്സ്റ്റൺ ആണ്. നമ്മൾ ഫിലമെന്റിലും അതുപോലെ ഇലക്ട്രോഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടങ്സ്റ്റൺ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഈ കൂട്ടത്തിൽ ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു പ്യുവർ മെറ്റൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. സോ അത്രത്തോളം ടങ്സ്റ്റൺ അത്രത്തോളം ഒന്നും കോപ്പറിന് മെൽറ്റിംഗ് പോയിന്റ് ഒന്നും വരത്തില്ല. ബട്ട് സ്റ്റിൽ കോപ്പർ നമുക്ക് അത്യാവശ്യം മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ വാസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിനും അതുപോലെ ഇലക്ട്രിക്കൽ പർപ്പസിനൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഓപ്ഷൻ എ 1083 ഡിഗ്രി സെൽഷ്യസ്, 1083 ഡിഗ്രി സെൽഷ്യസ്. അതാണ് നമ്മുടെ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ടങ്സ്റ്റൺ, ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 3422 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 3422, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ampere hour is equal to how much? Okay, option A 36,000 coulombs, option B 3,600 coulombs, option C 360 coulombs, and option D 36 coulombs. Okay, so option A 36,000, option B 3600, option C 360 and option D 36. Okay, സോ ഇതിൽ ഏതാണ് നമ്മുടെ എന്താ പറയാ 1 ampere hourന് ഇക്വലന്റ് ആയിട്ട് ഉള്ളത് എന്നാണ് ചോദിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആംപിയർ അവർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക യൂണിറ്റ്, ഓക്കെ, അത് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ആംപിയർ അവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തിന്റെ യൂണിറ്റ് ആണ്? ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ആൻസറിൽ 36,000 അല്ലെങ്കിൽ 3600 അല്ലെങ്കിൽ 360 അല്ലെങ്കിൽ 36 കൂളോംസ് എന്ന് ഇട്ടേക്കുന്നത്. കാരണം കൂളോം എന്തിന്റെ യൂണിറ്റ് ആണ്? കൂളോമും ചാർജിന്റെ ഓക്കെ യൂണിറ്റ് ആണ്. സോ ഇതിൽ ഏതാണ് ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്ന ആപ്റ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് എന്നുള്ളത് നമുക്ക് വാല്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ 1 ampere hour കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ എന്താണ് 1 മണിക്കൂർ നേരത്തേക്ക്, ഓക്കെ, 1 മണിക്കൂർ നേരത്തേക്ക് 1 ampereന്റെ ഒരു സ്റ്റഡി കറണ്ട് പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ചാർജ് ആണ് അതിൽ ട്രാൻസ്ഫേർഡ് ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 മണിക്കൂർ നേരത്തേക്ക് 1 ampere കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എത്ര ചാർജിന്റെ ട്രാൻസ്ഫറൻസ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് 1 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര സെക്കൻഡ് ആണെന്ന് നോക്കണം. ഓക്കെ, ബേസിക്കലി ആംപിയർ അവർ, അതായത് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എന്താണ് ടൈം ആൻഡ് കറണ്ട് ആണ് അല്ലെ. ആംപിയർ കറണ്ടിന്റെ യൂണിറ്റ്, ടൈമിന്റെ യൂണിറ്റ് ആണ് അവർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ടൈം ആൻഡ് കറണ്ട് ആണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ടൈം നോക്കുക. 1 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര സെക്കൻഡ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ എത്ര സെക്കൻഡ് ഉണ്ട്? ഇറ്റ്സ് അറൌണ്ട് 3600 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ 3600 ഇൻറ്റു 1 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എത്ര കൂളോം ചാർജ് ട്രാൻസ്ഫറൻസ് നടന്നു, അല്ലെങ്കിൽ എത്ര കൂളോം ചാർജിന് ഇക്വലന്റ് ആണ് 1 ampere hour എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, സോ 1 hour എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി 60 മിനിറ്റ് ആണ് അല്ലെ. സോ 60 മിനിറ്റ്, പിന്നെ അതിൽ 1 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 60 സെക്കൻഡ്. സോ 60 ഇൻറ്റു 60, സോ 3600. സോ അങ്ങനെയാണ് നമ്മൾ 3600 എന്നുള്ള വാല്യൂലേക്ക് എത്തിയത്. സോ 3600 ഇൻറ്റു 1 ampere കറണ്ട് 1 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3600 കൂളോംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 3600 കൂളോംസ്. ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, I equal to Q by T. ഓക്കെ, അതായത് ചാർജ് ബൈ ടൈം, അതല്ലെങ്കിൽ Q equal to I into T. ഓക്കെ, സോ ഇതിൽ
1 അവർ എന്ന് പറയുമ്പോഴത്തേക്കും 3600 സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ആൻഡ് 1 ആംപിയർ അവർ ഈക്വൽ ടു 1 ആംപിയർ ഇൻറ്റു 1 അവർ. ആൻഡ് 1 ആംപിയർ അവർ ഈക്വൽ ടു 1 ആംപിയർ എന്ന് പറയുന്നത് എന്താണ്? കൂളോം പെർ സെക്കൻഡ് ആണ് അല്ലേ? സോ 1 കൂളോം പെർ സെക്കൻഡ് ഇൻറ്റു 3600 സെക്കൻഡ്സ്. ഓക്കെ, അത് 1 അവറിന് പകരമുള്ള ആ 3600 സെക്കൻഡ്സ് അവിടെ ഇട്ടു. സോ 1 കൂളോം പെർ സെക്കൻഡ് ഇൻറ്റു 3600 സെക്കൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈനലി 3600 കൂളോംസ് എന്ന് പറഞ്ഞു വരും. സോ 1 ആംപിയർ അവർ ഈക്വൽ ടു 3600 കൂളോംസ്. ഓക്കെ, സോ അതാണ് ഓപ്ഷൻ ബി, അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ ഈസ്. ഓക്കെ, ദ ഷേപ്പ് ഓഫ് വാർണിംഗ് സൈൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ സർക്കുലർ, ഓപ്ഷൻ ബി സ്ക്വയർ, ഓപ്ഷൻ സി ട്രയാങ്കുലർ, ഓപ്ഷൻ ഡി റെക്ടാങ്കുലർ. ഓക്കെ, വാർണിംഗ് സൈനിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് സർക്കിൾ ആണോ, അത് സ്ക്വയർ ആണോ, അത് ട്രയാങ്കുലർ ആണോ, അതല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ വാർണിംഗ് സൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ട് മിക്കവാറും ഏത് ഷേപ്പിലാണ് അത് ഇരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. യെസ്, ഇറ്റ്സ് ഇൻ ട്രയാങ്കുലർ ഷേപ്പ്. ഓക്കെ, സോ വാർണിംഗ് സൈൻസ് ഇരിക്കുന്നത് ട്രയാങ്കുലർ ഷേപ്പിലാണ് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. 3 സൈഡും ഒരേ എന്താ പറയാ, ഒരേ ലെങ്തിലുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അതിൽ അപെക്സ് മേളിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ട്രയാങ്കിൾ ഇരിക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല അതിന്റെ ബോർഡർ, ഓക്കെ, ബോർഡർ റെഡ് ബോർഡർ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴത്തേക്കും വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പലപ്പോഴും ഈ പറയുന്ന കോഷണറി സൈൻസ് വരുന്നുണ്ടാവുക. ഇതിന്റെ പേർപ്പസ് വേറൊന്നുമല്ല, എന്താ ഹസാർഡ്സ്, അതായത് ആൾക്കാരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും റോഡ് കണ്ടീഷൻസോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്താ പറയാ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആക്കാൻ, അതാണല്ലോ കോഷണറി അല്ലെങ്കിൽ വാർണിംഗ് ചെയ്യാന്നുള്ളത്. വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അലേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ സർക്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയാ സൈൻ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മള് നമ്മുടെ ട്രയാങ്കുലർ സൈനിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ആൻസർ അതാണെന്ന് പറഞ്ഞു. ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സർക്കുലർ ആയിട്ടുള്ള ഒരു സൈൻ ആണ് എന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള, ഓക്കെ, റെഗുലേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻസ്, ഓക്കെ, റെഗുലേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻസ് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുന്ന രീതിയിലുള്ള സയൻസിലാണ് നമ്മൾ ഈ പറയുന്ന സർക്കുലർ ആയിട്ടുള്ള ബോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാണിങ്ങിന് വേണ്ടിയിട്ട്, വാണിങ്ങല്ല ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് സ്ക്വയർ വരുമ്പോഴത്തേക്കും ഇൻഫർമേഷണൽ പർപ്പസിലുള്ള എന്താ പറയാ ബോർഡ്സ് ആണ് സ്ക്വയറിൽ വരുന്നത്. ഓക്കെ, സയൻസ് വരുമ്പോൾ സ്ക്വയറിലാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ജസ്റ്റ് പലപ്പോഴും നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർക്കിംഗ് സോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും സ്ക്വയർ പോലുള്ള ഒരു എന്താ സയൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സർക്കിളിൽ വരുമ്പോഴത്തേക്കും നോ എൻട്രി പോലെ അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് പോലെയുള്ള എന്താ പറയുക മാൻഡേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള സയൻസ് ആയിരിക്കും സർക്കുലറിൽ വരുന്നത്. ഇനി റെക്ടാങ്കുലർ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇൻഫോർമേറ്ററി അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സയൻസ് ആയിരിക്കും. പ്രൊവൈഡിങ് ഡയറക്ഷൻസ് അല്ലെ, ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റിയുടെ ഒക്കെ ലൊക്കേഷൻസ് ഒക്കെ ആയിരിക്കും അതിൽ മെയിൻ ആയിട്ട് റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു സൈനിൽ ഉണ്ടാവുക. കേട്ടോ, അപ്പൊ അതും കൂടെ ജസ്റ്റ് നമ്മൾ നോക്കി വെച്ചേക്കാം കേട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് MMF ഈസ് ഓപ്ഷൻ എ മാക്സ്വെൽ, ഓപ്ഷൻ ബി ലാംഡ, ഓപ്ഷൻ സി ജൂൾ ആൻഡ് ഓപ്ഷൻ ഡി ആംപിയർ ടേൺസ്. ഓക്കെ, MMF അതായത് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്, ഇതിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് നമ്മുടെ MMFന്റെ യൂണിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഈ MMF എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്ത് ഓരോന്നും നമുക്ക് ഓരോ ഓപ്ഷൻസും കൂടെ നമ്മളൊന്ന് ഗോ ത്രൂ ചെയ്തിട്ട് നമുക്ക് ആൻസർ ഫൈനലൈസ് ചെയ്യാം കേട്ടോ. സോ MMF എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നേരത്തെ പേര് സൂചിപ്പിച്ചാല് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. നമ്മുടെ ഇലക്ട്രിക്കലില്
EMF, ഓക്കെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ സംബന്ധിച്ച് EMF നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് EMF എന്ന് പറയുന്നത്. സോ സിമിലർലി ഇതിന്റെ ഒരു മാഗ്നറ്റിക് വേർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ, മറ്റേത് ഇലക്ട്രിക് സർക്യൂട്ടാണ്, ഇത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ ഒരു ഫ്ലോ, ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ MMF എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ കൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ്, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ MMF കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് മാക്സ്വെൽ ആദ്യം എന്താന്ന് നോക്കാം. മാക്സ്വെൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് മാക്സ്വെൽ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് റെപ്രസെന്റ്സ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ സർഫസ്. ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാക്സ്വെൽ എന്ന് പറയുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്, ഓക്കെ, ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മാക്സ്വെൽ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ആരാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ഓക്കെ, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിന്റെ പേരിലാണ് ഈ ഒരു എന്താ പറയാ യൂണിറ്റ് നെയിം ചെയ്തിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാംഡയാണ്. ഓക്കെ, സോ ലാംഡ എന്തിനെ സൂചിപ്പിക്കുന്നു നോക്കാം. ലീനിയർ ചാർജ് ഡെൻസിറ്റിയെയാണ് ലാംഡ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് ദ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മൾ ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ലാംഡയ്ക്ക് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൂളം പെർ മീറ്റർ എന്നുള്ള രീതിയിലും അതിനെ നമുക്ക് പറയാം. സോ അപ്പോൾ ഈ രണ്ട് നേരത്തെ പറഞ്ഞ മാക്സ്വെല്ലും അല്ലെങ്കിൽ ലാംഡയും നമുക്ക് MMFന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ജൂൾ ആണെങ്കിലോ? ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ ഹീറ്റ്. ഇതിന്റെ എനർജി, വർക്ക് അല്ലെങ്കിൽ ഹീറ്റിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. സോ അപ്പൊ അതും അല്ല. ഓക്കെ, സോ മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ആംപിയർ ടേൺസ് ആയിരിക്കണം മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിന്റെ എന്താണ് യൂണിറ്റ് ആയിട്ട് വരേണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ഈ MMF, അതായത് നമ്മുടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, അതായത് മാക്സ്വെൽ റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, അത് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ കൂടെ ഒരു മാഗ്നറ്റിക് ഫ്ലോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കാരണമാവുന്ന എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു. പലപ്പോഴും ഇത് സംഭവിക്കുന്നപ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു മെറ്റൽ പീസിൽ അതല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന് ചുറ്റുമായിട്ട് എന്താണ് നമ്മൾ വയർ ഓൺ ചെയ്തിട്ട് അതിൽ കൂടെ ചാർജ് പാസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് പലപ്പോഴും എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ ഇൻവോൾവ് ആവുന്നത് ആ നമ്പർ ഓഫ് ഒരു എന്താ പറയാ എത്ര ഒരു വൈൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം എന്താണ് ടേൺസ് വന്നിട്ടുണ്ട് എന്നുള്ളത്, പിന്നെ അതുപോലെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ആണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു പ്രോഡക്റ്റ്, ഓക്കെ, MMF പലപ്പോഴും വരുന്നത് ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് പാസിംഗ് ത്രൂ ദ വാണ്ടഡ് വയർ. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും MMFനെ കാണുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? ആംപിയർ ടേൺസ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. സോ ആംപിയർ എന്ത് സൂചിപ്പിക്കുന്നു? കറണ്ടിന്റെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന എന്താ വൗണ്ടഡ് ആയിട്ടുള്ള വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആംപിയർ സൂചിപ്പിക്കുന്നത്. ടേൺസ്, എത്ര ടേൺസ് ആണ് നമ്മൾ വൈൻഡിങ് ചെയ്തിട്ടുള്ളത്, ആ വൈൻഡിങ്ങിൽ എത്രത്തോളം ടേൺസ് ഉണ്ട് എന്നുള്ളതാണ് ടേൺസ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്, അതാണ് N എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ബിസ്മത്ത്? ഓക്കെ, ബിസ്മത്തിന്റെ പെർമിയബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 0.000998. ഓപ്ഷൻ ബി
99988. Option C, 1.0009988. Option D, 1.99988. ഓക്കെ, സോ ഇതില് ഈ 4 ഓപ്ഷനിൽ ഏതാണ് ബിസ്മുത്തിന്റെ പെർമിയബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എന്താ മാഗ്നറ്റിക് പെർമിയബിലിറ്റി അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബിസ്മുത്ത് എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. ആൻഡ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ആദ്യം. സോ പെർമിയബിലിറ്റി, പലതരത്തിലുള്ള പെർമിയബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന വെച്ചാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. സോ ഒരു മാഗ്നറ്റിക് പെർമിയബിലിറ്റി സൂചിപ്പിക്കുന്ന വേറൊന്നുമല്ല, നമ്മളൊരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മാഗ്നറ്റിക് പെർമിയബിലിറ്റി സൂചിപ്പിക്കുന്ന വരുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി മെഷറിംഗ് ഹൗ ഈസിലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, ഹൗ ഈസിലി മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, ഒരു മെറ്റീരിയൽ കൂടെ എത്രത്തോളം ഈസി ആയിട്ട് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇലക്ട്രിക്കലിൽ വരുന്ന കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് പോലെ, ഓക്കെ, പെർമിറ്റിവിറ്റി പോലെ എത്രത്തോളം നമ്മുടെ എന്താ പറയാ ഒരു അതിൽ കൂടെ ഒരു മെറ്റീരിയൽ കൂടെ കറണ്ട് അല്ലെങ്കിൽ ആ ഒരു കറണ്ട് ഫ്ലോ നടക്കാൻ എന്താ പറയാ ഈസി ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ സിമിലർലി നമ്മുടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ എത്രത്തോളം ഈസി ആയിട്ട് ഒരു എന്താ പറയാ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് പാസ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണിക്കുന്നതാണ് അതിന്റെ എന്താ പറയാ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, എന്താണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നൊരു എന്താ പറയാ പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഈസി ആയിട്ട് എന്താണ് കുറെ കൂടെ ഈസിയർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യും. അതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, അത് കഴിഞ്ഞിട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതില് മാഗ്നറ്റിക് ഫീൽഡിനെ വീക്കായിട്ട് റിപ്പല് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേസമയം വീക്കിലി ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേസമയം സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാ ഈ ഒരു 3 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഉള്ളത്. ആൻഡ് ഈ 3 മെറ്റീരിയൽസിന്റെയും റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്, അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദ റേഷ്യോ ഓഫ് ദ മെറ്റീരിയൽസ് പെർമിയബിലിറ്റി ടു ദാറ്റ് ഓഫ് വാക്യൂം. ഓക്കെ, വാക്യൂമിന്റെ പെർമിയബിലിറ്റി ആയിട്ട് ഈ മെറ്റീരിയലിന്റെ നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റിയുടെ റേഷ്യോ ആണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന 3 മെറ്റീരിയൽസിന്റെയും റിലേറ്റീവ് പെർമിയബിലിറ്റി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും റിലേറ്റീവ് പെർമിയബിലിറ്റി വരുന്നത് ലെസ് ദാൻ 1 ആണ്. ആൻഡ് അതുകൊണ്ടാണത് വീക്ക്ലി എന്താണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്സിനെ എന്താ റിപ്പൽ ചെയ്യുന്നത്. ഓക്കെ, ലെസ് ദാൻ 1 ആയതുകൊണ്ട്. ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അതിന്റെ എന്താ പറയാ നമ്മുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ടാണ് അത് വീക്ക്ലി അട്രാക്ട് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മച്ച് ഹയർ ആണ് കേട്ടോ. മച്ച് ഹയർ ദാൻ 1. അതായത് 100ഓ 1000ഓ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി വരുന്നത്. അതുകൊണ്ടാണ് അത് ഹൈലി എന്താ പറയാ ഇതിനെ എന്താ പറയാ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ബിസ്മുത്ത് ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നോക്കാം. ഏത് കാറ്റഗറി പെർമിയബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഏത് കാറ്റഗറി മെറ്റീരിയലിലാണ് വരുന്നതെന്ന് നോക്കാം. ബിസ്മുത്ത് ആക്ച്വലി ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ.
ബിസ്മിത്ത് എന്ന് പറയുന്ന ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ എന്താ പറയുക പെർമിയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഫ്രീ സ്പേസ്. ഓക്കെ, അതല്ലെങ്കിൽ വാക്യൂമിനെ കാട്ടി കുറവായിട്ടായിരിക്കും അതിന്റെ പെർമിയബിലിറ്റി വരുന്നത്. അതിന്റെ എന്താ പറയുക റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് വിൽ ബി സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ലെസ് ദാൻ 1 ആയാലല്ലേ നമുക്ക് ഡയമാഗ്നറ്റിക് ആകത്തുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ്. സോ ഇത് വീക്ക്ലി റിപ്പിൽ ചെയ്യുന്നുണ്ടാവും ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് 1-നെക്കാട്ടിയും ചെറുതാണെന്ന് ഉറപ്പിക്കാം. 1-നെക്കാട്ടിയും ചെറുതായിട്ടുള്ള 2 വാല്യൂസ് ആണ് ഉള്ളത്. ഓപ്ഷൻ എ 0.0009988, പിന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 0.99988. ഇതില് ഞാൻ പറഞ്ഞു നമ്മൾ സ്ലൈറ്റ്ലി ലെസ് ദാൻ, ഓക്കെ, ബിസ്മത്തിന്റെ പെർമിയബിലിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയ ബിസ്മത്തിന്റെ എന്താ പറയാ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് വാക്യൂം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് 1 ആണ് നമ്മുടെ എന്താ പറയാ ഒരു വാക്യൂമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ച് ചെറുതായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്ഷൻ എ ആവാൻ ചാൻസ് കുറവാണ്, അത് വളരെ ചെറുതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടാവും. ആണോ നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, 0.99988. ഓക്കെ, സോ നമ്മുടെ ബിസ്മിത്തിന്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 0.99988 ആണ്, വിച്ച് ഈസ് വെരി ക്ലോസ് ടു 1. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ എന്താ ഇത് കാരണം ഇത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇത് കാരണം ചെറിയൊരു റിപ്പൾഷൻ, മാഗ്നറ്റിക് ഫീൽഡിനടുത്ത് ചെറിയ റിപ്പൾസീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും ഈ ബിസ്മിത്തിന് ഉണ്ടാവുക. നമുക്ക് ബാക്കിയുള്ള ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കോപ്പർ വരുന്നുണ്ട്, ലെഡ് വരുന്നുണ്ട്, സിലിക്കൺ വരുന്നുണ്ട്, ഡയമണ്ട് വരുന്നുണ്ട്, സിങ്ക്, മെർക്കുറി, സിൽവർ, വുഡ്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, ഇതെല്ലാം നമുക്ക് എന്താ പറയാ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ, വാട്ടർ, നമ്മുടെ വെള്ളം പോലും ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ നമ്മൾ നമ്മുടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആവുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഡിസപ്പിയർ ആവുകയും ചെയ്യും. ഓക്കെ, അതിന്റെ ആ ഒരു ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. അതിന് ഇതിന്റെ എക്സാമ്പിൾസ് പലപ്പോഴും വരുന്നത് അലുമിനിയം, പിന്നെ പ്ലാറ്റിനം, ക്രോമിയം, ഓക്സിജൻ, ലിഥിയം, മോളിബ്ഡനം, മാംഗനീസ്, കോപ്പർ, ഇതുപോലുള്ള എന്താ പറയാ മെറ്റീരിയൽസ് ആണ് നമുക്ക് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഡയമാഗ്നറ്റിക് പറഞ്ഞപ്പോഴും പാരാമാഗ്നറ്റിക് പറഞ്ഞപ്പോഴും കോപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഡയമാഗ്നറ്റിക് ആണ് വരുന്നത്, ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ അയോണിക് ഫോം എടുക്കുമ്പോഴത്തേക്കും Cu+ എന്നും Cu2+ എന്നുള്ള 2 രീതിയിലുള്ള അയോൺസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതില് Cu+നെ നമ്മൾ കുപ്രസ് എന്നും Cu2+നെ കുപ്രിക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് കുപ്രസ് വരുന്നത് ഡയമാഗ്നറ്റിക്കും കുപ്രിക് വരുമ്പോഴത്തേക്കും പാരാമാഗ്നറ്റിക്കും ഉണ്ട്. സോ അതുകൊണ്ടാണ് പാരാമാഗ്നറ്റിക്കിൽ നമ്മൾ കോപ്പർ മെൻഷൻ ചെയ്തത് കേട്ടോ. സോ ഒരു കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തത്. ഓക്കെ, ആൻഡ് എയറും പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, സിമിലർലി നമുക്ക് ഫെറോമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയണ്, നിക്കൽ, കൊബാൾട്ട്. ഓക്കെ, ആൻഡ് ഇതിന്റെയൊക്കെ എന്താണ് അലോയ്സ് ആയിട്ട് വരുന്ന സ്റ്റീൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ.